दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ്. കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഇനി എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. പെൻഷൻ മേടിക്കാനായിട്ട് നടന്ന് മടുത്ത്. നമ്മുടെ ഈ നാടൊക്കെ ഇനി എന്നാടോ ഒന്ന് നന്നാവണത് ആർക്കറിയാം. അന്നൊക്കെ എന്ത് രസമായിരുന്നു. കൊയ്ത്തും മെതിയും ഒരു ഉത്സവം തന്നെയായിരുന്നു. അതൊരു കാലം. പണ്ടൊക്കെ കൊയ്ത്ത് സമയത്ത് എവിടുന്നൊക്കെയാ പെണ്ണുങ്ങൾ വന്നത്. പെണ്ണുങ്ങളൊക്കെ കൊയ്ത്തരിവാളായിട്ട് പാടത്തിങ്ങനെ നിരന്ന് നിക്കണത് കാണുമ്പോ തന്നെ കണ്ണിനൊരു കുളിര. അതെ അതെ, കൊറേ കുളിര് കോരിട്ടുണ്ടെന്ന് എനിക്കറിയാം. പോടോടുന്നു. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ കൊയ്യണത് നോക്കിയിരുന്നാലേ ഛർദിക്കാൻ വരും. അതെന്താ? ഇപ്പൊ കൊയ്യണത് മൊത്തം കുളിക്കാത്ത കുറെ ബംഗാളികളല്ലേ. അത് ശരിയാ. പക്ഷെ അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ മലയാളികൾക്ക് പാടത്തിറങ്ങാൻ മടിയായിട്ടല്ലേ? പാടത്തോ? ശരീരം അനങ്ങി വേർക്കണ ഒരു പണി മലയാളി ചെയ്യൂ. പോയി നിൽക്കും അങ്ങ് ദുബായിലും മറ്റും. എല്ലാവർക്കും ഉദ്യോഗം മതി. അത് കറക്റ്റ്. ദേവന്നൊരുത്തൻ നമ്മുടെ കാവുങ്കല അവറാന്റെ മോനാ. ഏക്കർ കണക്കിന് സ്ഥലവും റബ്ബറും ഒക്കെ ഉള്ളതാ. പക്ഷെ പണിയെടുക്കൂല. രാവിലെ ഒരു കോണാനും കെട്ടി ഇറങ്ങിക്കോളും തൊഴിലന്വേഷിച്ച്. ഡാ അവറാന്റെ മോനെ. എന്നെയാണോ? അതെന്നാ, നീ അവറാന്റെ മോനല്ലേ? അതെ. നീ വന്നരക്കടി. എന്താ ഏട്ടാ? ഇന്ന് എവിടെയാടാ ഇന്റർവ്യൂ? ഒരു എക്സ്പോർട്ട് കമ്പനി. ഓ എക്സ്പോർട്ട്. എന്നാ ഞാൻ അങ്ങോട്ട് സമയമില്ലേ? ഈ നാട് എങ്ങനെ നന്നാവാനാ? കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്ന പോലെ ഇപ്പോഴത്തെ തലമുറ. തലയില്ല മുറയില്ലാത്ത തലമുറ. ന്യൂ ജനറേഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം അമ്മയെ മമ്മിയാക്കുന്ന വിദ്യാഭ്യാസ നയമല്ലേ ഇപ്പൊ നാട്ടില്. നമ്മുടെ റേഷൻ കാർഡ് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് കേട്ടല്ലോ. അതുപോലെ രണ്ടുപേരും കാറ്റ് കൊള്ളാൻ ഇറങ്ങിയാണോ? പിന്നെ കാറ്റ് പോകാറായിരിക്കുമ്പോഴാ കാറ്റ് കൊള്ളണത്. കാറ്റ് പോകാറായതേ നിന്റെ തള്ളക്കാടാ. തള്ളക്കാടേ? അതെന്ത് കാടേ? അല്ല പിന്നെ ചുമ്മാ പിള്ളേ ചൊറിയാതെ. അല്ലെങ്കിലും അതെ, പ്രായമുള്ളവരെ കാണുമ്പോ ഇവന് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാ. കാപ്പിരിത്തലയാ, നീ എന്നും ഇങ്ങനെ ഉരുണ്ട് ചക്കക്കുരു പോലെ ഇരിക്കൊന്നുമില്ല. നിനക്കും പ്രായമാവും കേട്ടോ. ഇവന് പ്രായവുമില്ല. ഇവന്റെ സ്വഭാവം അനുസരിച്ച് അതിനു മുമ്പ് ഇവൻ ആരെയും തല്ലിക്കൊല്ലു. അത് ശരിയാ. വിടുതി വേറേട്ടാ, അവനൊരു കോമഡി പറഞ്ഞല്ലേ. അവന്റെ അപ്പം കാണിച്ച കോമഡിയാ ഇവൻ. അതിപ്പോ മൊത്തം നാട്ടുകാർക്ക് ട്രാജഡിയായി. അത് പോട്ടെ. ഇത്തവണ എങ്ങനെയാടാ കുരുവിക്കരയില് പാർട്ടി ജയിക്കോ? അതൊരു ചോദ്യമോ വിള്ളച്ചേട്ടാ. നമ്മുടെ മോനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയേക്കുന്നതുകൊണ്ടേ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആണോ? പിന്നെ അച്ഛന്റെ ഒരു സഹതാപ തരംഗം കൂടി കിടപ്പുണ്ടല്ലോ. ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുക. അത് വിട്ടേര്. ബാക്കിയുള്ള കൊള്ളക്കാരുടെ കഥകളൊക്കെ കുരുവിക്കരക്കാർക്ക് അറിയാലോ. അതുകൊണ്ട് അല്ല, ഈ കൊള്ളക്കാർക്കിട്ടുള്ള പള്ളക്ക് കൂത്താവോ കുരുവിക്കര? ഈ അഴിമതി കഥയൊക്കെ ഇന്നത്തെ കാലത്ത് ആരാ വിശ്വസിക്കുന്നത്? ഞങ്ങൾ രാഷ്ട്രീയക്കാർ കക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതറിയാം. പക്ഷെ ഈ നക്കിത്തീറ്റ കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. അതിത്തിരി കൂടിപ്പോയി നേതൃത്വത്തിന് മനസ്സിലായി. അതുകൊണ്ടല്ലേ ധനകാര്യമന്ത്രി അങ്ങോട്ട് തന്നെ വിട്ടേക്കുന്നത്. മേടിച്ചാൽ കുറച്ച് അവിടെ ചിലവാട്ടെന്നേ. അതൊന്നും അവിടെ നടക്കൂലടാ എന്റെ കൊണത്താപ്പള്ളി. അവിടെ ആ വെടിക്കെട്ടുകാരനില്ലേ? കാഞ്ഞാറിന്റെ രോമാഞ്ചം. ഇടക്കിടക്ക് വന്ന് വെടിക്കെട്ട് നടത്തിയിട്ട് പോണ ആ സാറേ. ആരൊക്കെ വന്നാലും ഇത്തവണ കുരുവിക്കര ഞങ്ങൾ പിടിച്ചിരിക്കും. പിന്നെ എനിക്ക് പോയിട്ട് പ്രസിഡന്റിനെ കാണുന്ന ഒരു കാര്യമുണ്ട്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് കാറ്റ് പോകും. പിന്നെ ഇവൻ പറഞ്ഞ പോലെ താഴെ വീണ് കാറ്റ് പോകരുത്. ഞങ്ങളുടെ 2 വോട്ട് പോകും. അയ്യോ കഷ്ടം. ഈ നാട് എങ്ങനെ നന്നാവുന്നാ പറയണത്? ദൈവമേ. ജോസേ, എന്തുണ്ട് വിശേഷമൊക്കെ? ഒരു ജോലിക്കാരി ഞാൻ പറഞ്ഞിരുന്നു നേതാവിനോട്. ഓർക്കുന്നുണ്ട്. നമ്മുടെ സൗദിയിലെ ജബ്ബാറിന്റെ കടയിലൊക്കെ ഒരു ജോലിക്കാര്. ഞാൻ ജബ്ബാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അടുത്ത മാസം ലീവിന് വരുമ്പോ ജോസിന്റെ വിസയും കൊണ്ടുവരും. വളരെ നന്ദിയുണ്ട്. അപ്പൊ ഉപകാരം മാത്രം പോരാ, പറഞ്ഞ കാശിന്റെ കാര്യം അത് തരാം. ഓക്കെ. കൊണത്താപ്പിളി എന്ത് പണി കാണിക്കണത്? എന്താടാ? അവൻ നമ്മുടെ എതിർ പാർട്ടിക്കാരനല്ലേ? അതെ. എന്നിട്ടാണ് നമ്മൾ ഗൾഫിൽ ജോലി വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കണ്. നമ്മുടെ എതിർ പാർട്ടിക്കാർ ആര് വന്നാലും കൊണത്താപ്പള്ളി അവർക്ക് ഗൾഫിൽ ജോലി വാങ്ങിച്ചു കൊടുക്കും.
നമ്മുടെ പാർട്ടിക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വരട്ടെ, പിന്നെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഇത് ശരിയല്ലേട്ടാ? എടാ ദാസ, അത് നിനക്ക് പൊളിറ്റിക്സ് അറിയാത്തതുകൊണ്ടാ. ഈ എതിർ പാർട്ടിക്കാർക്കൊക്കെ ജോലി മേടിച്ചു കൊടുത്ത് വിദേശത്തേക്ക് വിട്ടാ പിന്നെ നാട്ടിൽ ആരുണ്ടാവും? നമ്മുടെ പാർട്ടിക്കാർ മാത്രം ആണല്ലോ. അപ്പൊ ഇലക്ഷൻ വരുമ്പോ വോട്ട് ചെയ്യാൻ നാട്ടിൽ ആരുണ്ടാവും? നമ്മുടെ പാർട്ടിക്കാർ മാത്രം. അപ്പൊ നമ്മൾ പുഷ്പം പോലെ ജയിക്കില്ലേ? ഓ, കൊണത്താപ്പള്ളിയുടെ താല. അതാണ് പൊളിറ്റിക്സ്. പിന്നെ നമ്മുടെ സ്വന്തം പാർട്ടിക്കാർക്ക് നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കും. അവരിങ്ങനെ നമ്മുടെ ചുറ്റും ഇപ്പൊ കിട്ടും പിന്നെ കിട്ടും എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നടക്കണം. മനസ്സിലായ? അതും പൊളിറ്റിക്സ് അല്ലേ? ആ, നീ ഏതാണ്ടൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അടിച്ചു കേറുവാ. കേറി വരും. കേറി വന്നോ? വരും. പക്ഷെ ഒരു കാര്യം, ഗുരുവിനിട്ട് പിന്നിൽ നിന്ന് കുത്തരുത്. ഞാൻ ഉദ്ദേശിച്ചതേ നമ്മുടെ KC ജോർജിനെ എടുത്ത പാർട്ടിയുടെ അവസ്ഥയാകരുത് എനിക്ക്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. വരില്ലല്ലോ. എങ്കിൽ ഒരു വക വർത്താനം പറഞ്ഞു. ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ബംഗാളിയാന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, മൊബൈൽ പുതിയ മൊബൈൽ ഉണ്ട്. മൊബൈല് നോക്ക്. അവിടെ എവിടെ? പുതിയതാണോ? വേറെ देखो भाई अच्छा है ना? കുട്ടി ഉണ്ട്. നല്ലതല്ലേ? ഇത് കുട്ടി മൊബൈൽ. ഇത് വേണ്ട. പിന്നെ ഏത് വേണോ? വേറെ ആൻഡ്രോയിഡ് ഫോണോ ഭായി? ഇത് വേറെ വേണു. ഇത് വേണ്ട. എടുത്തോ. ഈ വേണു വേണ്ട, വേറെ വേണു. കൊറേ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. ബായ് ഇത് വേണ്ട, വേറെ വേണം. ഇനി ഹിന്ദി പഠിക്കാണ്ട് വയ്യാന്ന് തോന്നുന്നു. ഇവൻ ശരിയാവില്ലട്ടോ, അവന് പറഞ്ഞുവിടാട്ടോ. അതാ നല്ലത്. ഇത് ഭായി ഫോൺ ദേക്കോ ഭായി. പുതിയതു എടാ, ഇവന്റെ 6 മണിക്കാരനാണെന്ന് തോന്നുന്നു. അവന്റെ കൈ കണ്ടു. ബായ് ഇതിലില്ല. ഓ മൊബൈൽ. കളറുണ്ട്. ഇതിലുണ്ടു. പറ്റിയ കളറ്. ഇതിൽ ബറു വരും. പുതിയതു ഇതിലുണ്ടു. ദൂസര ഇതിലില്ല ബായ്. ഇതിലില്ല. ഭായ് ബായ്ക്ക് എന്താ വേണ്ടത്? എന്ത് ആപ്ലിക്കേഷനുള്ള ഫോണാ വേണ്ടത്? ഇതിലൊന്നുമില്ല. മറ്റേ സർദ മൊബൈൽ. സരിതേ ഇറങ്ങി പോടാ അവിടുന്ന്. സർദ മൊബൈൽ മനുഷ്യനടങ്ങാകല്ലേ. സർദ മാലു നയ്യേ മലയാളി. ഇത് എവിടെ കൊണ്ട് വെച്ചു? ഞാൻ ഇവിടെ എന്റെ ഉള്ളിലല്ലേ വെച്ചത്. എന്റെ അടിയിലുണ്ട. ഇവിടെ തന്നെ വെച്ചതാണല്ലേ, ഉറപ്പാണല്ലേ അത്. ഇവിടെ കാണാനുമില്ല. എവിടെയാണത്? ഇങ്ങനെ കുറെ നേരമായിട്ട് കാണുന്നു. നിങ്ങൾ എന്താ ഈ തപ്പുന്നത്? മാർക്കറ്റിൽ നിന്ന് വന്നപ്പോ മുതൽ തപ്പുന്നതാണല്ലോ. എടി എന്റെ മൊബൈല് കാണാനില്ലെന്ന്. അതെവിടെ പോവാനാ? അതെവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കാനിടത്തൊക്കെ നോക്കിയെന്നേ. ഇതെങ്ങാട് കൊണ്ടേ വെച്ചു. പിന്നെ അതെവിടെ പോകാനേ? ഇങ്ങനെ ഒരു കാര്യം. അത് കൊള്ളാം. പോയാ ഇവിടെ ഒന്ന് നിൽക്കണം. എടി അത് തന്നെയാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മറവി രോഗമുള്ളതല്ലേ, അതുകൊണ്ടാ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് ചോദിച്ചത്. എടി ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി തിരിച്ചിങ്ങോട്ട് വന്നാ പിന്നെ വരാതെ ഇവിടെ ഇങ്ങനെ നിൽക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മത്തിയായിട്ട് മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് ആ മത്തി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് എന്റെ മൊബൈൽ ഞാൻ ഇവിടെയും വെച്ച്. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ മൊബൈൽ ആരാണ്ട് അടിച്ചിട്ട് പോയി. ആരാണ് ഞാൻ കുളിക്കാൻ പോയപ്പോ ഇവിടെ കയറി വന്നത്? ഇവിടെ ഇപ്പോ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് 2 ഹിന്ദിക്കാർ വന്നിരുന്നു. അപ്പൊ ഉറപ്പ് അവരടിച്ചിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതൊന്നും പറയല്ലേ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. നോക്ക്. ഇവിടെ എങ്ങാണ്ടും വെച്ചതാണ് എനിക്ക്. ഒരനക്കവും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അവരടിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനവരിങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. കക്കാമനയോട് നിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വന്നത്. ആ ഫോണിൽ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. ഹലോ പോലീസ് സ്റ്റേഷൻ. അതെ പറയൂ. ഞാൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡന്റോ? ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഈ ദേശമംഗലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, അത് നിങ്ങളാണോ? ഞാൻ തന്നെയല്ലേ. എടി പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ തന്നെയല്ലേ? സത്യമായിട്ട് ഞാൻ തന്നെ സാറേ. എന്താ സാറേ പ്രശ്നം? എന്റെ മൊബൈൽ ഫോൺ 1 മണിക്കൂർ മുമ്പ് കളവ് പോയി. എവിടുന്നാ സാർ? എന്റെ വീട്ടിൽ നിന്ന് തന്നെ. ഓഹോ. ഈ വെള്ളപ്പൊക്കം ഒന്നും പറഞ്ഞു നടക്കുന്ന ഹിന്ദിക്കാരാണെന്ന് എന്റെ സംശയം. ഈ SI ഉജ്ജലിനൂടെ ഉള്ളപ്പോൾ സ്റ്റേഷൻ അതിർത്തിയിൽ മോഷണമോ? വിടില്ല ഞാൻ. വിടരുത് സാറ് പേടിക്കണ്ട. ഈ SI ഉജ്ജ്വലൻ സർക്കാരിന്റെ പോലീസ് നിഷ്ക്രിയരല്ലെന്ന് തെളിയിക്കും. 24 മണിക്കൂറിനുള്ളിൽ
പ്രതികളെ പിടിച്ചിരിക്കും. ഓ, നിങ്ങൾ ഈ പോലീസുകാർ 24 മണിക്കൂർ എന്ന് എപ്പോഴും പറയാണ്ട് അതൊന്ന് മാറ്റി പിടിച്ചൂടെ? ആ, അത് ഞങ്ങളുടെ മാസ്റ്റർ പീസാ. ഏത് സർക്കാർ വന്നാലും മാറ്റില്ല. അപ്പൊ മറ്റേ സാധനോ? ഏത്? വലവീശി. ആ, ഓ സോറി, ഞാനത് മറന്നുപോയി. പറയേണ്ടത് ഞങ്ങൾ പ്രതികൾക്കായുള്ള വല വീശി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചിരിക്കും. ഓക്കെ. എടി, അവര് വല വീശിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ വിളിച്ചത്? മീൻപിടുത്തക്കാരെ വിളിച്ചത്? ഓ എടി മണ്ടൻകുടാപ്പ, ഈ പോലീസുകാർ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഓ, എന്നാലും എന്റെ മൊബൈൽ എങ്ങാട് പോയെന്ന് അറിയാൻ പാടില്ല. ഓ, എന്താ ഇവിടെ ഒരു മണം? ശരിയാണല്ലോ, ഒരു അവിഞ്ഞ മണമുണ്ടല്ല. എന്താ ഈ കിറ്റില്? എന്താ ഇത്? ആ, മത്തിയാണല്ലോ ഇത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണല്ല. അപ്പൊ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ എന്തായിരിക്കും വെച്ചേക്കണത്? ദേ എന്റെ മൊബൈല്. ഉജ്ജ്വലൻ. ഹലോ സാർ, സാർ ഉജ്ജലനാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. സാറിന്റെ മൊബൈൽ മോഷ്ടിച്ച 16 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേര് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതാണ് സാറേ ഉജ്ജ്വലൻ. ആ, സാർ വരികയാണെങ്കിൽ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി പ്രതിയെ നമുക്കങ്ങ് റിമാൻഡ് ചെയ്യാം. ഏത് തെണ്ടിയാടി പറഞ്ഞത് പോലീസ് നിഷ്ക്രിയരാണെന്ന്? എന്റെ മൊബൈൽ. നിങ്ങളുടെ ഒടുക്കത്തെ മറവി ഇതിനെല്ലാം കാരണം. അതെങ്ങനാ? മറവിക്കുള്ള മരുന്ന് മേടിച്ചു വെച്ചാ അതും കഴിക്കത്തില്ല. കഴിക്കാൻ മറന്നല്ലടി, മരുന്ന് എവിടെ കൊണ്ടേ വെച്ചെന്ന് ഞാൻ മറന്നുപോയി. നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങനെ പോയാ എന്നെ മറക്കുമല്ലോ. ആഗ്രഹമുണ്ട്, അതിനുള്ള ഗ്യാപ്പ് നീ തരണ്ടേ? ഇന്ദിരാണി ചേച്ചി വരുന്നു കൊണത്തപ്പള്ളി. ഓ, എത്തിയല്ല കൊണ കൊണ. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ഇവിടെ മോളില്ലേ? ഇരിക്കിരിക്കെ. എന്തായി പോയ കാര്യം? പോയ കാര്യം ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന റേറ്റിന് കോംപ്ലക്സിന്റെ കൊട്ടേഷൻ വെക്കാന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് നന്നായി. പിന്നെ പഴയതുപോലെ ഇതൊരു ചെറിയ വർക്കല്ല, ഇത് കുറച്ച് വലിയ വർക്കാണ്. അതുകൊണ്ട് കമ്മീഷന്റെ കാര്യം കൂടുതലും പറഞ്ഞിട്ടുണ്ട്. അല്ല ഇന്ദ്രാണി, ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ത്? കമ്പനിയുമായി നമ്മൾ എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് പൊതു ടെൻഡർ വിളിച്ചത്. അത് തന്നെ മോശക്കേടല്ലേ? പിന്നെ ഇവിടെ മന്ത്രിമാരെല്ലാം കൂടെ കോടികൾ മുക്കിയിട്ട് നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് 1-2 ലക്ഷം പ്രസിഡന്റ് പണി നടക്കും. പിന്നല്ലാതെ. അല്ലെങ്കിൽ തന്നെ പ്രഭാകരൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാനാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മനസ്സിലായ? മനസ്സിലായി. ഞാൻ ഇതിൽ ഇടപെടരുത്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ഇടപെട്ടത് പോലും. അല്ല പിന്നെ എന്താ പ്രഭാകരേട്ട ഇത്? എടാ കൊണത്താപ്പിള്ളി, ഇത് ജനങ്ങളുടെ മുതലാ. തട്ടിക്കുമ്പോ ഒരു മര്യാദ വേണോടാ. അല്ല, ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്നാലും ഇന്ദ്രാണി ചേച്ചി കൊറേ നാളായി ഞാൻ സഹിക്കണത്. അത് പ്രസിഡന്റ്, ഇതിന്റെ പേര് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. ഞങ്ങൾ ഇറങ്ങണ്. വാടാദാസ. അല്ല പിന്നെ കൊറേ നാളായി. മോളെയും കാണാൻ പറ്റില്ല, നാണം കിട്ടും. അവളിതെങ്ങോട്ട് പോയി? ഓ എന്റെ ദൈവമേ, ഓ ഈ നശിപ്പിനെ കൊണ്ട് വയ്യോ. ഓ ഈ നാശത്തിനെ കൊണ്ട് തോറ്റല്ലോ. മനുഷ്യനെ കൊണ്ട് ജോലിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒന്നുമില്ല. ഈ പൂച്ച കൊണ്ട് തോറ്റല്ലോ. ഇന്ന് ഇതിനെ ഞാൻ തല്ലി കൊല്ലും. ഓ ഒരു വടി കിട്ടിയിരുന്നു. വാക്കത്തി. ഇതിനെ ഇന്ന് ഞാൻ വെട്ടിക്കൊല്ലും. എന്റെ ദൈവമേ, പണി പാളിയാ. ഒരു രക്ഷപ്പെടാൻ നോക്കാം. ഇന്ന് വെട്ടിക്കൊന്നിട്ട് തന്നെ കാര്യം. എവിടെ അതിനെ ഇന്ന് കൊന്നിട്ടേ ഉള്ളു കാര്യം. ഇന്നതിനെ കൊല്ലും ഞാൻ. പതുങ്ങി നിൽക്കണോ? എന്റെ ദൈവമേ, നിക്കണോ പൂച്ചോടെ? ഇങ്ങേർക്ക് ഇത് എന്നാ പറ്റി? ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്.
നല്ല പേടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം പോക്കുവരത്തുള്ള സ്ഥലാണേ. വൈദ്യൻ എന്നാ വർത്താനായി പറയണേ? ഞാനും ചേട്ടനും ഒരുമിച്ചല്ലേ വില്ലേജ് ഓഫീസിൽ പോയി പോക്കുവരവ് നടത്തിയത്. കരടച്ച് രസീത് മേടിച്ചിട്ടുണ്ട്. എന്തോ നോം ദൈവങ്ങളുടെ കാര്യാ പറഞ്ഞേ. ഈ വിഡ്ഢി കുഷ്മാണ്ടത്തെ ആരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അതുകൊള്ള പ്രഭാകരേട്ടനല്ലേ പോയി പോക്കുവരവ് നടത്തേണ്ടത്, അല്ല ദേവന്മാരും ദേവിമാരുമാണോ? എടോ വിഡ്ഢി, ഇതല്ല. പിന്നെ ദേവന്മാരും ദേവിമാരും താലം കൈമാറുന്ന സ്ഥലമാ. അല്ല ഞാനായിട്ട് ഉരിയാടണ്ട. പ്രസിഡന്റ് അത് ഉറിയാട്ടണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? അല്ല അതേ ഉറിയിട്ടാട്ടണ്ടെന്ന് പറയുകയായിരുന്നു. അതല്ല ഉദ്ദേശിച്ചത്, മിണ്ടാതെ കിടക്കാനാണ്. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ വരിക. അപ്പോ നോ പോയിട്ട് ഉടനെ ഇങ്ങോട്ട് വരാം. അവിടെ കിടക്കുക. അല്ല പഞ്ച് കളയണ്ടെന്ന് കരുതി. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ വല്ലതും ചോദിക്കാനുണ്ടോ? കഷണ്ടിക്ക് വരുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇതിന്റെ ആശാന്മാരാണോ? കൊളത്താപ്പള്ളി അച്ഛനമ്മരിക്കല്ലേ? രാഷ്ട്രീയ നേതാവാണല്ലേ? അയ്യോ എങ്ങനെ മനസ്സിലായി? ഇപ്പൊ മണ്ഡല പ്രസിഡന്റാ. ഇവിടെയൊന്നും പരിചയമില്ലെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ആണോ? അപ്പോ ചികിത്സ ഇന്നു മുതൽ ഭക്ഷണം ഒന്നും വേണ്ട, പഥ്യം നോക്കണം. അല്ല ഈ പദ്യം എന്ന് പറയുമ്പോ പുള്ളി തന്നെ ചൊല്ലണമെന്നുണ്ടോ? ഞങ്ങളുടെ ആരെങ്കിലും ചൊല്ലിക്കൊടുക്കാം. പദ്യല്ല, പഥ്യം, ആഹാരക്രമം. ഓ ആഹാരക്രമം. അപ്പോ കാഞ്ഞിന്റെ പേരിൽ കായവും ഗോമൂത്രവും ചേർത്ത് 3 നേരം. അല്ല ഈ ഗോമൂത്രം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വെച്ച് ഈ പറ്റില്ല. പിന്നെ കടുകെണ്ണയിൽ ആടലോടകവും ഗോമൂത്രവും മാത്രം 10 ദിവസം സേവിക്കാം. ബാക്കി അതിനുശേഷം ആയിക്കോട്ടെ. ബാക്കി അടിക്കടി നോമങ്ങ് പറയാം. ബാക്കി മരുന്ന് കഴിച്ചാൽ ഞാൻ ജീവനോട് ഉണ്ടാകൂടെ തെണ്ടി വൈദ്യരെ. ഇതിലും ഭേദം മക്കളെ വെട്ടുകൊണ്ട് ചാകണായിരുന്നു. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പരമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനിക്കൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്.